നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിന്നെ സ്നേഹിക്കുവാൻ എനിക്ക് ആരുടെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. നിന്നെ ഞാൻ അത്രമേൽ മനസ്സിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളോടുള്ള മനോഭാവം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സത്യത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നന്നായി തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെങ്കിൽ പോലും നിങ്ങളെ ചേർത്ത് നിർത്താൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ സമാധാനപരമായി നിങ്ങളുമായി ഒത്തിണങ്ങി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മനസമാധാനം നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് എന്നേക്കുമായി മാറ്റിവെക്കാൻ തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി മനസ്സിൽ നന്നായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. മാനസികപരമായി നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്നും പ്രാർത്ഥിച്ചാൽ മാത്രമേ തൻ്റെ പ്രണയബന്ധത്തിന് പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ എന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നേർച്ച കാഴ്ചകൾ നടത്തുവാനും പ്രാർത്ഥനകൾ നടത്തുവാനും ഒക്കെ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളുമായി അകന്നായിരിക്കാം ഈ വ്യക്തി കഴിയുന്നത്, നിങ്ങളുമായി സംസാരിക്കുന്നില്ലായിരിക്കാം, നിങ്ങളുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലായിരിക്കാം. പക്ഷെങ്കിൽ പോലും നിങ്ങളെ മറന്നുള്ള ഒരു ജീവിതത്തിനോട് ഈ വ്യക്തിക്ക് താല്പര്യമില്ല. നിങ്ങളെ മറന്നുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ വ്യക്തിക്കുള്ളത്. നിങ്ങളെ മറന്നുകൊണ്ട് എനിക്ക് ഒരു കാരണവശാലും ഒരു കാര്യവും നേടിയെടുക്കേണ്ട ആവശ്യമില്ല എന്നും എൻ്റെ ജീവിതം നീ ഇല്ലെങ്കിൽ പരാജയമായി പോകുമെന്നും ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണെ ഏഞ്ചൽസിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു സാന്നിധ്യം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്കിവിടെ മിഖായേൽ ഏഞ്ചലിന്റെ സാന്നിധ്യമാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മിഖായേൽ ഏഞ്ചലിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ സാഹചര്യത്തെ, അതായത് മോശമായിട്ടിരിക്കുന്ന സാഹചര്യത്തെ എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തുവാനും അവിടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവികമായിട്ടുള്ള ഒരു എനർജിക്ക് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവികമായിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തോടു കൂടി, അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തോടു കൂടി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിലെ സങ്കല്പങ്ങളിലെ ഒരു പ്രണയം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാനും വളരെ മനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രണയബന്ധം, അല്ലെങ്കിൽ അത്തരം ഒരു സങ്കല്പമാണ് ഈ വ്യക്തിക്കുള്ളത്. പക്ഷെ അതിൽ പലതും നടപ്പിലാക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഏതൊരു വിധേനയും പ്രവർത്തിക്കാനും പ്രയത്നിക്കാനും താല്പര്യപ്രദമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടിയും നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയും ഈ വ്യക്തി ഏതറ്റം വരെയും പോകുവാനും തയ്യാറാണ് എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ വളരെ മനോഹാരിത നഷ്ടപ്പെടാതെ ഈ വ്യക്തി എന്നെന്നും നിങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുമായി ആദ്യമായി കണ്ടുമുട്ടിയ ആ ഒരു സാഹചര്യവും നിങ്ങളോട് ആദ്യമായി സംസാരിച്ചിട്ടുള്ള ആ ഒരു സാഹചര്യവും ആ ഒരു കാര്യങ്ങളും നിങ്ങളുമായി ഒരുമിച്ച് പങ്കിട്ടിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളും
അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരിക്കലും ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മറക്കാനാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നന്നായി തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ താല്പര്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇവിടെ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ ആയിക്കോട്ടെ പ്രപഞ്ച ശക്തിയുടേതായിക്കോട്ടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ശത്രുക്കളുടെ പല വിധത്തിലുള്ള പദ്ധതികളും ഇവിടെ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി മനസ്സിൽ സങ്കല്പിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു പലവരും നിങ്ങളെ സ്നേഹിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങളെ സ്നേഹിക്കുവാൻ എനിക്ക് മറ്റാരുടെയും ആവശ്യമില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കും ഉറച്ച ചിന്താഗതിയിലേക്കുമാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തീരുമാനം നോക്കിയോ ഈ വ്യക്തി നിൽക്കുന്നില്ല. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എന്നെന്നും ഒരേപോലെ മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് മറ്റുള്ളവർ ഈ വ്യക്തിയെ നല്ല രീതിയിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പരാജയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ വ്യക്തി അതിൽ നിന്നും ഒക്കെ വഴുതി മാറി രക്ഷപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കായി അല്ലെങ്കിൽ നിങ്ങളുടേത് മാത്രമായി നിങ്ങളുടെ പ്രണയബന്ധം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി മാത്രം സകല ശക്തിയോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയോളം ക്ഷമിക്കുവാനും താഴാനും ഈ വ്യക്തി തയ്യാറാണ്. പക്ഷെ അത് നിങ്ങൾക്ക് മുന്നിലും നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിലും മാത്രമാണ്. അല്ലാതെ ശത്രുക്കളുടെ മുന്നിൽ താഴുവാൻ ഈ വ്യക്തി ഒരിക്കലും തയ്യാറല്ല. ഇവിടെ ഈ വ്യക്തിയുടെ പ്രാർത്ഥനകൾ കാരണം ഇവിടെ പലതരത്തിലുള്ള ദുഷ്ടശക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ദുഷ്ടശക്തികൾ എന്ന് പറയുമ്പോൾ അത് ആഭിചാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ശത്രുക്കളുടെ പ്രാക്കുദോഷമോ ശാപവാക്കുകളോ അസൂയയോ ദൃഷ്ടിദോഷമോ എന്നിങ്ങനെയുള്ള നെഗറ്റീവ് എനർജികളും ആയിരിക്കാം. പക്ഷെ അത്തരം എനർജികളിൽ നിന്നുമൊക്കെ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ സംരക്ഷണം ലഭിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമായി കാണിക്കുന്നത്. അതുമാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ വളരെ മനോഹാരിതയിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്റെ ജീവിതം എത്രമാത്രം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പലതരത്തിലുള്ള തൂവലുകൾ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ കാണുന്നുണ്ടാകാം. അത് ഒരിക്കലും ഒരു നെഗറ്റീവായി നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. ഈ വ്യക്തി നിങ്ങളെയും നിങ്ങൾ ഈ വ്യക്തിയെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിന് തുല്യമായിട്ടാണ് അത്തരം ഒരു കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകൾക്ക് വേണ്ടി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.